മെമ്മറി വയർ ബ്രേസ്ലെറ്റ്. യുവാക്കൾക്കിടയിൽ നല്ല പ്രചാരമുള്ള പുതുതായി ഇറങ്ങിയ ഒരിനം ബ്രേസ്ലെറ്റാണ് മെമ്മറി വയർ ബ്രേസ്ലെറ്റ്. എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നതും നല്ല ആകർഷണമുള്ളവയുമാണ് ഇവ. മെമ്മറി വയർ ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നതെങ്ങനെയെന്ന് പഠിക്കാം. നമുക്ക് തുടങ്ങാം. ലക്ഷ്യങ്ങൾ. ഈ പാഠാവസാനം നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതാണ്. മെമ്മറി വയർ ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമുള്ള ഉപകരണങ്ങളും വസ്തുക്കളും തിരിച്ചറിയുക. മെമ്മറി വയർ ബ്രേസ്ലെറ്റ് നിർമ്മാണം. മെമ്മറി വയർ ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമുള്ള ഉപകരണങ്ങളെ നമുക്കാദ്യം പരിചയപ്പെടാം. റൗണ്ട് നോസ് പ്ലെയർ, വയർ കട്ടർ. മെമ്മറി വയർ ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. മെമ്മറി വയറിന്റെ 3 റിങ്ങുകൾ, ഗ്ലാസ് മുത്തുകൾ, ബ്ലാക്ക് ക്രിസ്റ്റലുകൾ, ഓക്സിഡൈസ് ചെയ്ത സിൽവർ സ്പേസറുകൾ, ഓക്സിഡൈസ് ചെയ്ത 8 ചെറിയ സിൽവർ മുത്തുകൾ, ഓക്സിഡൈസ് ചെയ്ത 2 ലീഫ് ചാംസ്, ചെറിയ സ്റ്റീൽ റിങ്ങുകൾ, ബീഡിംഗ് മാറ്റ്. നടപടി 1. ബീഡിംഗ് മാറ്റ് വിരിക്കുക. മേശയിൽ ബീഡിംഗ് മാറ്റ് വിരിക്കുക. നടപടി 2. ആവശ്യ വസ്തുക്കൾ മേശയിൽ വയ്ക്കുക. ആവശ്യ വസ്തുക്കൾ ബീഡിംഗ് മാറ്റിൽ വയ്ക്കുക. നടപടി 3. മെമ്മറി വയർ എടുത്ത് മുറിക്കുക. മെമ്മറി വയറിന്റെ 3 റിങ്ങുകൾ എടുത്ത് വയർ കട്ടർ ഉപയോഗിച്ച് മുറിക്കുക. നടപടി 4. മെമ്മറി വയറിന്റെ ഒരറ്റത്ത് ചെറിയ കെട്ടുണ്ടാക്കുക. മെമ്മറി വയറിന്റെ ഒരറ്റം എടുത്ത് റൗണ്ട് നോസ് പ്ലെയറിന്റെ സഹായത്തോടെ ഒരു കെട്ടുണ്ടാക്കുക. നടപടി 5. ഡിസൈൻ അനുസരിച്ച് വയറിന്റെ തുറന്ന അറ്റത്ത് നിന്നും ബ്രേസ്ലെറ്റ് നിർമ്മാണം തുടങ്ങുക. 5 ഗ്ലാസ് മുത്തുകൾ കോർത്ത് ജോലി തുടങ്ങുക. അതിനുശേഷം 2 ബ്ലാക്ക് ക്രിസ്റ്റലുകൾ കോർക്കുക. അതിനുശേഷം ഓക്സിഡൈസ് ചെയ്ത സിൽവർ സ്പേസർ ഒരെണ്ണം കോർക്കുക. ശേഷം 2 ബ്ലാക്ക് ക്രിസ്റ്റലുകൾ ഇടുക. 5 ഗ്ലാസ് മുത്തുകൾ കൂടി കോർത്ത ശേഷം നിർത്തുക. ഒരു ലൂപ്പ് കൂടി നിർമ്മിക്കാനുള്ള ഭാഗം ബാക്കിയാകുന്നതുവരെ ഇതേ മാതൃകയിൽ മെമ്മറി വയറിൽ മുകളിലെ നടപടികൾ ആവർത്തിക്കുക. നടപടി 6. മെമ്മറി വയറിന്റെ രണ്ടാമത്തെ അറ്റത്ത് ഒരു കെട്ടുണ്ടാക്കുക. റൗണ്ട് നോസ് പ്ലെയർ ഉപയോഗിച്ച് മെമ്മറി വയറിന്റെ രണ്ടാമത്തെ അറ്റത്ത് ഒരു കെട്ടുണ്ടാക്കുക. ഇപ്പോൾ ബ്രേസ്ലെറ്റ് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. നടപടി 7. ബ്രേസ്ലെറ്റിന്റെ അറ്റത്ത് ഡാംഗിൾസ് ഉണ്ടാക്കുക. ഓക്സിഡൈസ് ചെയ്ത ചെറിയ 4 സിൽവർ മുത്തുകൾ ലീഫ് ചാമിനോടൊപ്പം ഓക്സിഡൈസ് ചെയ്ത സിൽവർ റിങ്ങിൽ ഇടുക. നിങ്ങളുടെ ഡാംഗിൾ തയ്യാറായിരിക്കുന്നു. നടപടി 8. ബ്രേസ്ലെറ്റിന്റെ രണ്ടറ്റത്തും ഡാംഗിൾ യോജിപ്പിക്കുക. അവസാനമായി ഈ ഡാംഗിളിനെ മെമ്മറി വയർ ബ്രേസ്ലെറ്റിന്റെ ഒരറ്റത്ത് ഘടിപ്പിക്കുക. ബ്രേസ്ലെറ്റിന്റെ മറുഭാഗത്തും ഇതേ നടപടി ആവർത്തിക്കുക.
ഇതോടെ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. മെമ്മറി വയർ ബ്രേസ്ലെറ്റിന്റെ നിർമ്മിക്കുന്നതെങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. അതിനുവേണ്ട നടപടികൾ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. നടപടി 1. ബീഡിംഗ് മാറ്റ് വിരിക്കുക. നടപടി 2. ആവശ്യ വസ്തുക്കൾ മേശയിൽ വയ്ക്കുക. നടപടി 3. മെമ്മറി വയർ എടുത്ത് മുറിക്കുക. നടപടി 4. മെമ്മറി വയറിന്റെ ഒരറ്റത്ത് ചെറിയ കെട്ടുണ്ടാക്കുക. നടപടി 5. ഡിസൈൻ അനുസരിച്ച് വയറിന്റെ തുറന്ന അറ്റത്തു നിന്നും ബ്രേസ്ലെറ്റ് നിർമ്മാണം തുടങ്ങുക. നടപടി 6. മെമ്മറി വയറിന്റെ രണ്ടാമത്തെ അറ്റത്ത് ഒരു കെട്ടുണ്ടാക്കുക. നടപടി 7. ബ്രേസ്ലെറ്റിന്റെ അറ്റത്ത് ഡാംഗിൾസ് ഉണ്ടാക്കുക. നടപടി 8. ബ്രേസ്ലെറ്റിന്റെ രണ്ടറ്റത്തും ഡാംഗിൾ യോജിപ്പിക്കുക. മെമ്മറി വയർ ബ്രേസ്ലെറ്റിന്റെ നിർമ്മിക്കുന്നതെങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നന്ദി.